CPM-ന് ഒന്നിനു പുറകെ ഒന്നായി വൻ കുരുക്കുകളാണ്. ഹൈക്കോടതിയിൽ അതിശക്തമായ നീക്കങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായിരിക്കുന്നു. ഇതിനിടയിൽ CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുമ്പോൾ പലയിടത്തും കൂട്ടയടി, വിഭാഗീയത, പൊരിഞ്ഞ പോര്, ബ്രാഞ്ച് സമ്മേളനം പോലും മുടങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ. ഇതിനിടയിലാണ് PV അൻവർ ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റ്. പ്രതിഷേധിക്കാൻ ഇറങ്ങിയ പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ ഇറങ്ങിയ പിണറായി പോലീസിന് നേരെ ചോദ്യങ്ങളുമായി പ്രതിപക്ഷം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നാലുവഴിക്കും ചോദ്യങ്ങളാണ് CPM-നും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിശോധിക്കാൻ ഹൈക്കോടതി വിശാല ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി വനിതാ ജഡ്ജി ഉൾപ്പെട്ട 5-അംഗ വിശാല ബെഞ്ചിന് രൂപം നൽകാമെന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. സജിമോൻ പാറയിലിന്റെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം അറിയിച്ചത്. ബെഞ്ചിൽ ഏതൊക്കെ ജഡ്ജിമാരുണ്ടാവുമെന്ന കാര്യം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും. ശോഭ അന്നമ്മ ഇപ്പൻ, സോഫി തോമസ്, MP സ്നേഹലത, CS സുധ എന്നിവരാണ് നിലവിലെ വനിതാ ജഡ്ജിമാർ. ഇവരിൽ ഒരാളെ വിശാല ബെഞ്ചിന്റെ ഭാഗമാക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സമർപ്പിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. സെപ്റ്റംബർ 10-ന് പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കും. അന്ന് റിപ്പോർട്ട് വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്കായിരിക്കും വരിക. റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപത്തിന് പുറമെ മൊഴിപ്പകർപ്പുകൾ, റിപ്പോർട്ടിന് പിന്നാലെ സർക്കാർ സ്വീകരിച്ച നടപടികൾ, ആരോപണങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ പറ്റിയുള്ള വിവരങ്ങൾ, ഇതിലെ കേസുകൾ എന്നിവയാണ് കോടതിക്ക് കൈമാറുക. ഒരു ഭാഗം മാത്രം കേട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനാൽ ഇത് പുറത്തുവിടരുതെന്നും ആവശ്യപ്പെട്ടായിരുന്നു സജിമോൻ പാറയിൽ ഹർജി നൽകിയത്. ഓഗസ്റ്റ് 22-നായിരുന്നു റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. മുദ്രവെച്ച കവറിൽ സമർപ്പിക്കണമെന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് S. മനു എന്നിവരുടെ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. നടപടിയെടുത്തില്ലെങ്കിൽ കമ്മിറ്റി രൂപവൽക്കരിച്ചത് പാഴ്വേലയാകുമെന്നും കോടതി പറഞ്ഞിരുന്നു. നേരത്തെ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേണ്ടെന്ന് DGP വ്യക്തമാക്കിയിരുന്നു. റിപ്പോർട്ട് വായിക്കേണ്ടെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാരിൽ നിന്ന് ആവശ്യപ്പെടേണ്ടെന്നും തീരുമാനമെടുത്തിരുന്നു. റിപ്പോർട്ടിൽ ഹൈക്കോടതി തീരുമാനം വന്ന ശേഷം തുടർ നടപടിയാകാമെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ DGP നിർദ്ദേശം നൽകിയിരുന്നു.